പിതൃദിനവും പിതൃദിനത്തിൻ്റെ ചരിത്രത്തെപ്പറ്റിയുമാണ് ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത്. എല്ലാ വർഷവും ജൂൺ മാസത്തിലെ 3-ാമത്തെ ഞായറാഴ്ച പിതൃദിനമായി ആചരിക്കുന്നു. 1910 അമേരിക്കയിലാണ് ആദ്യമായി പിതൃദിനം ആഘോഷിക്കുന്നത്. സൊനോറ സ്മാർട്ട് എന്ന പെൺകുട്ടിയാണ് ഇതിന് തുടക്കം കുറിച്ചതായി പറയപ്പെടുന്നത്. സൊനോറയുടെ അമ്മ മരണപ്പെടുമ്പോൾ അവളടക്കം 6 കുഞ്ഞുമക്കളാണ് ഉണ്ടായിരുന്നത്. അവരുടെ അച്ഛനായ വില്യംസ് ജാക്സൺ മക്കളെ യാതൊരു വിഷമവും അറിയിക്കാതെ വളർത്തി. സൊനോറ മുതിർന്നപ്പോൾ അച്ഛന് വലിയൊരു സന്തോഷം സമ്മാനിക്കണമെന്ന ചിന്ത ഉണ്ടായി. അവൾ പലരോടും ഈ കാര്യം പങ്കുവച്ചു. അങ്ങനെ 1910 ജൂണിലെ ഒരു ഞായറാഴ്ച എല്ലാവരും ചേർന്ന് പിതൃദിനം ആഘോഷിച്ചു. പിന്നീട് ഈ ആഘോഷം പല നാടുകളിലേക്കും വ്യാപിച്ചു. 1972 അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റായിരുന്ന റിച്ചാർഡ് നിക്സൺ എല്ലാ വർഷവും ജൂണിലെ 3-ാമത്തെ ഞായറാഴ്ച പിതൃദിനം ആചരിക്കുവാനുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. തൻ്റെ കുടുംബത്തിലെ ആവശ്യങ്ങൾ ഓരോന്നും തിരിച്ചറിഞ്ഞ് നിറവേറ്റാൻ നിർത്താതെ ശ്രമിക്കുന്ന ആളാണ് അച്ഛൻ. അച്ഛൻ്റെ സ്നേഹശാസനത്തിൽ നിന്നാണ് ജീവിതത്തെ നേരിടാനുള്ള കരുത്ത് മക്കൾക്ക് ലഭിക്കുന്നത്. അമ്മയുടെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും കഥകൾ മക്കൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള അച്ഛൻ്റെ തത്രപ്പാട് നാം കേട്ടിട്ടുണ്ടോ? ഊണുമേശയിൽ അമ്മയുടെ കൈപുണ്യത്തെ വാനോളം പുകഴ്ത്തുമ്പോൾ അതിന് പിന്നിലെ അച്ഛൻ്റെ അധ്വാനം നാം ഓർക്കാറുണ്ടോ? അച്ഛനെയും അമ്മയെയും നാം ഒരുപോലെ സ്നേഹിക്കണം. കരുതലോടെ, വാത്സല്യത്തോടെ, സ്നേഹത്തോടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന അച്ഛന്മാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതേസമയം പിതൃവാത്സല്യം കിട്ടാത്ത അനേകം കുഞ്ഞുങ്ങളും നമ്മുടെ ചുറ്റുമുണ്ട്. ഈ അടുത്ത ദിവസം മദ്യപിച്ചെത്തിയ അച്ഛനെ പേടിച്ച് തോട്ടത്തിൽ ഒളിച്ചിരിക്കെ പാമ്പ് കടിയേറ്റ് മരിച്ച കുഞ്ഞിനെ ഓർത്തുപോകുകയാണ്. അച്ഛനമ്മമാരുടെ സ്നേഹവാത്സല്യവും കരുതലും ലഭിക്കാത്ത ഒരു കുഞ്ഞു പോലും ഭൂമിയിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. മാതാപിതാക്കൾ മക്കളെ ജീവനതുല്യം സ്നേഹിക്കുക. തിരിച്ച് മക്കളും മാതാപിതാക്കന്മാരെ സ്നേഹിക്കണം. അവരുടെ വാർദ്ധക്യകാലത്ത് അവർക്ക് തണലായി നാം ജീവിക്കണം. നല്ലവരായ എല്ലാ അച്ഛന്മാർക്കും പിതൃദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ദൈവനാമത്തിൽ വിശ്വസിച്ചു കൊള്ളുന്നു. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണമേ എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അപേക്ഷിച്ചു കൊള്ളുന്നു. ഇനി അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം കൂട്ടുകാരെ.